ജീവനായി ആ സ്ത്രീ പെടച്ച് കുതിറിയപ്പോഴും അയാൾ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു കല്ലെടുത്ത് ശക്തമായിട്ട് ആ സ്ത്രീയുടെ തലയിലേക്ക് അടിച്ചു. നെഞ്ചിലും കാലിലും കയറും കല്ലും കൂട്ടിക്കെട്ടി. ചതിയുടെയും വഞ്ചനയുടെയും ലോകത്താണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. വെറും ഒരു ലോഹ കഷ്ണത്തിന് വേണ്ടി നടത്തിയ അരും കൊലപാതകം. അതിനുശേഷം ആ കൊലയാളി ചെയ്ത കാര്യങ്ങൾ കേട്ടാൽ സിനിമയെ വെല്ലുന്ന കഥ. പോകാം നമുക്ക് ആലപ്പുഴയിൽ നടന്ന കേരളത്തെ ഞെട്ടിച്ച അരും കൊലപാതകത്തിന്റെ വേരുകൾ തേടി. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മെയ് 25 കണ്ടനല്ലൂർ വിവാഹം കഴിച്ചിട്ട് വന്ന ഷൈമോൾക്ക് അതിരാവിലെ തന്നെ ഒരു കോള് വന്നു. ഫോണിൽ സംസാരിച്ച ശേഷം ഷൈമോള് അല്പം ഒന്ന് ടെൻഷൻ അടിച്ചുകൊണ്ട് ബാഗും എടുത്ത് നേരെ കനകക്കുന്ന് ജെട്ടിയിലേക്ക് പോയി. അവിടെ നിന്ന് കിഴക്കേക്കരയിലെ സാധുപുരത്തെ തെക്കതിൽ വീട്ടിലേക്കും എത്തി. ഷൈമോളുടെ സ്വന്തം വീടാണ് തെക്കതിൽ വീട്. തൊട്ടടുത്ത് തന്നെ അവരുടെ സഹോദരന്റെ വീടുമുണ്ട്. എന്നാൽ സ്വന്തം വീട്ടില് പ്രായമായ അമ്മ തനിച്ചാണ് താമസം. രാവിലെ മുതൽ അമ്മയെ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയൽവാസികൾ ഫോൺ ചെയ്തതിനെ തുടർന്നാണ് ഷൈമോൾ അതിരാവിലെ തന്നെ വീട്ടിലേക്ക് എത്തിയത്. കായലുകളും ചെറുവള്ളങ്ങളും ഒക്കെയുള്ള ഒരു സുന്ദരമായ പ്രദേശമായിരുന്നു അത്. അവിടെ 80 വയസ്സ് കഴിഞ്ഞ ഷൈമോളുടെ അമ്മ തനിച്ചായിരുന്നു താമസം. ഭർത്താവ് വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചുപോയിരുന്നു. ഷൈമോളുടെ സഹോദരൻ തൊട്ടടുത്ത് തന്നെ ഒരു വീട് വെച്ചിട്ട് അവിടെ ഫാമിലി ആയിട്ടാണ് താമസിക്കുന്നത്. വീടിന് ചുറ്റുവശം മുഴുവനായി പരതിയ ശേഷം ഷൈമോളും അയൽവാസികളായിട്ടുള്ള കുറച്ച് ആൾക്കാരും കൂടെ ചേർന്ന് നേരെ പോയി കനകക്കുന്ന് പോലീസ് സ്റ്റേഷനിലേക്ക്. ഉച്ചയ്ക്ക് 12 മണിയോടെ അവർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി ഒരു റിട്ടേൺ കംപ്ലൈന്റ് ചെയ്തു. പോലീസുകാർ വിശദമായി കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി. ഉടൻ തന്നെ ഒരു അന്വേഷണത്തിനായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഇൻസ്പെക്ടറും ഒരു CPOയും കൂടി പെട്ടെന്ന് തന്നെ ആ ഒരു വീട്ടിലേക്ക് എത്തി. ആ വീട്ടിലേക്ക് എത്തിയ പാടെ പോലീസുകാര് മുൻവശത്തെ ഡോറ് നോക്കി. ആ വീടിന്റെ മുൻവശത്തെ വാതില് പൂർണ്ണമായും അടച്ച നിലയിലായിരുന്നു. അകത്ത് നിന്ന് കുറ്റിയിട്ടിട്ടുണ്ട്. എന്നാൽ പിറകുവശത്തെ വാതിൽ തുറന്നിട്ടായിരുന്നു. ഷൈമോള് പറഞ്ഞതനുസരിച്ച് ഷൈമോള് വരുമ്പോഴേ ഇങ്ങനെ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പോലീസ് ആ ചുറ്റുമൊക്കെ ഒന്ന് പരിശോധിച്ചു. തൊട്ടടുത്ത് തന്നെ, വളരെ അടുത്ത് തന്നെ ധാരാളം വീടുകളുണ്ട്. അതിന് മുൻവശത്തായിട്ട് ഒരു 100 മീറ്റർ മാറി വിശാലമായിട്ടുള്ള കായലുമുണ്ട്. പ്രാഥമിക അന്വേഷണം കഴിഞ്ഞ് സ്റ്റേഷനിലേക്ക് തിരിച്ചെത്തിയ പോലീസുകാർ FIR രജിസ്റ്റർ ചെയ്തു. കേസ് നമ്പർ 0251/2026. തങ്കമ്മ 86 മിസ്സിംഗ് കേസ്. ഭർത്താവ് മരണപ്പെട്ട ഭാസ്കരൻ, തെക്കതിൽ വീട്, സാധുപുരം, കനകക്കുന്ന്. നേരത്തെ പറഞ്ഞതുപോലെ തങ്കമ്മയുടെ വീടിന് തൊട്ടടുത്ത് തന്നെയാണ് മകനായിട്ടുള്ള സത്യദാസ് താമസിക്കുന്നത്. തന്റെ കുടുംബത്തോടൊപ്പം വീടിന് തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന മകൻ ഉണ്ടായിട്ട് പോലും അല്പം ദൂരെയുള്ള മകളെ വിളിച്ച് അയൽവാസികൾ അമ്മയുടെ മിസ്സിംഗ് കേസ് പറഞ്ഞപ്പോൾ തന്നെ പോലീസിന് എന്തൊക്കെയോ ഒരു ചേർച്ച കുറവ് അവിടെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് പോലീസുകാർ അന്വേഷിച്ചപ്പോൾ അവർക്ക് മനസ്സിലായത് തങ്കമ്മയെ കാണാനില്ല എന്ന് പറയുന്നതിന് 6 ദിവസം മുമ്പേ സത്യദാസ് തിരിച്ച് ദുബായിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. കാരണം സത്യദാസ് വിദേശത്തായിരുന്നു ജോലി ചെയ്യുന്നുണ്ടായിരുന്നത്. വീണ്ടും തങ്കമ്മയുടെ മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ട് പോലീസ് പ്രദേശവാസികളെ ഓരോരുത്തരെയായി ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. എന്നാൽ ഈ ഒരു ചോദ്യം ചെയ്യുന്ന സമയത്ത് ആ പ്രദേശത്തുണ്ടായിരുന്ന 4 യുവാക്കൾ വന്നിട്ട് പോലീസിനെ ഭീഷണിപ്പെടുത്താൻ ആരംഭിച്ചു. ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് നിങ്ങൾ തിരിച്ചു പോകണമെന്നായിരുന്നു ആ യുവാക്കളുടെ ആവശ്യം. ഒടുക്കം പോലീസ് തന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സ്വമേധയാ കേസെടുത്തു. ആ 4 ചെറുപ്പക്കാരെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. പോലീസ് ആ 4 ചെറുപ്പക്കാരെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയി അന്വേഷിച്ചപ്പോൾ അല്പം ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെയുള്ള ആ യുവാക്കള് തങ്കമ്മയെ അപായപ്പെടുത്തിയത് കൊണ്ടായിരിക്കാം ഇങ്ങനെ ബിഹേവ് ചെയ്തതെന്ന് പോലീസുകാരും ഒരു നിഗമനത്തിലേക്ക് എത്തി. അവരെ പോലീസ് പല രീതിയിൽ ചോദ്യം ചെയ്തു. എന്നാൽ തങ്കമ്മയുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും ആ യുവാക്കൾ പോലീസിനോട് പറഞ്ഞില്ല. കാരണം അവർക്ക് തങ്കമ്മയുടെ ഒരു കാര്യവും അറിയില്ലായിരുന്നു. വീണ്ടും പോലീസുകാർ അവർ അന്വേഷണം നിർത്തിയെടുത്ത് നിന്ന് തുടങ്ങി. അവർ ആ വീട് മൊത്തത്തിൽ പരിശോധിക്കാൻ ആരംഭിച്ചു. മോഷണ ശ്രമങ്ങൾ ഒന്നും ആ വീട്ടിൽ നടന്നില്ല. കാരണം ആ വീട്ടിൽ സാധനങ്ങളൊക്കെ വലിച്ചു വാരിയിടുകയോ അലമാര കുത്തി തുറക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം അതുപോലെ തന്നെയുണ്ട്. അതുകൂടാതെ തങ്കമ്മയുടെ തലാണിക്കടിയിൽ, ബെഡിനും അടിയിൽ ഒരു പേഴ്സ് പോലീസ് കണ്ടെടുത്തു. ആ പേഴ്സിനകത്ത് തങ്കമ്മ എന്നും ധരിക്കുന്ന മാലയും 2 മോതിരവും ഉണ്ടായിരുന്നു. അലമാരയിലെല്ലാം തുണികൾ വളരെ കൃത്യമായി മടക്കി വെച്ചിട്ടുണ്ട്. അടുക്കളയിലും അതുപോലെ തന്നെ പാത്രങ്ങളെല്ലാം അടുക്കി വെച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എവിടെയാണ് തങ്കമ്മ പോയത്? സ്വർണ്ണാഭരണവും പണവുമെല്ലാം അതത് സ്ഥാനത്തുള്ളത് കൊണ്ട് തന്നെ ഇതൊരു മോഷണ ശ്രമം അല്ല എന്ന് തന്നെ പോലീസ് ഉറപ്പിച്ചു. പക്ഷെ തങ്കമ്മ എവിടെയെന്ന ചോദ്യത്തിന് അവർക്ക് അന്നൊരു ഉത്തരം കിട്ടിയില്ല. യാതൊരുവിധ തുമ്പും കിട്ടാതെ പോലീസ് തിരിച്ച് സ്റ്റേഷനിലേക്ക് മടങ്ങി. 2026 മെയ് 26 രാവിലെ ഒരു 8-8:30 ആകുമ്പോഴേക്കും കനകക്കുന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് തുടർച്ചയായി ഫോൺ കോളുകൾ വന്നു. കനകക്കുന്നിലെ മല്ലിക്കാട്ട് കായലിൽ ഒരു മൃതദേഹം ഒഴുകി നടക്കുന്നു എന്നായിരുന്നു ആ ഫോൺ കോളിൽ പറഞ്ഞത്. മല്ലിക്കാട്ട് കായൽ എന്ന് പറയുന്നത് കായംകുളം കായലിന്റെ ഒരു ഭാഗമാണ്. അച്ഛൻ കോവിലാർ, പമ്പ, മണിമലയാർ എന്നീ 3 നദികളും ചേർന്നൊഴുകി കടലിലേക്ക് പതിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള 30 കിലോമീറ്റർ ദൂരമുള്ള ഒരു കായലാണിത്.
അത്യാവശ്യം അടിയൊഴുക്കും അതുപോലെ തന്നെ നല്ല ആഴവുമുള്ള കായൽ. ആലപ്പുഴയിലെ ഏറ്റവും വലിയ കായൽ എന്ന പദവിയിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന കായലാണ് കായംകുളം കായൽ. സാധാരണ ഇവിടുത്തെ ആളുകളെല്ലാം ജലമാർഗമാണ് ഗതാഗതം നടത്തുന്നത്. കായലുകൾ കൂടുതൽ ഉള്ളതിനാൽ തന്നെ ഇവിടുത്തെ ആളുകൾ കൂടുതൽ ആശ്രയിക്കുന്നത് മത്സ്യബന്ധനമാണ്. അതിരാവിലെ കായലിലേക്ക് മത്സ്യബന്ധനത്തിന് വന്ന ആളുകളാണ് ഒരു സ്ത്രീയുടേതെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ശവശരീരം കായലിൽ ഒഴുകി നടക്കുന്നു എന്ന് പോലീസിന് റിപ്പോർട്ട് നൽകിയത്. ഉടൻ തന്നെ, അതായത് വളരെ പെട്ടെന്ന് തന്നെ കനകക്കുന്ന് ഇൻസ്പെക്ടർ ആയിട്ടുള്ള അമലും സംഘവും സംഭവ സ്ഥലത്തേക്ക് എത്തി. 2 ദിവസത്തിന് മുകളിലായി തുടർച്ചയായി രാത്രി നല്ല മഴയുണ്ട്. അതുകൊണ്ട് തന്നെ കായലിൽ നല്ല അടിയൊഴുക്കുമുണ്ട്. പോലീസ് അവിടെ എത്തുമ്പോഴേക്കും ഈ ശവശരീരം ഒഴുകി കായലിന് നടുവിലായിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. അവിടെ നിന്നും വീണ്ടും ഒഴുകി പോകാനുള്ള സാധ്യതയുണ്ട്. പോലീസ് എത്തിയപാടെ ഫോറൻസിക്കിനെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിനെയും വിവരം അറിയിച്ചു. കൃത്യം 9 മണിക്ക് തന്നെ ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെന്റും ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ആളുകൾ എത്തി. ചെറുവള്ളത്തിൽ കയറി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ആ ഡെഡ് ബോഡി കരികിലേക്ക് എത്തി. അവിടെ നിന്നും അവർ കയറിട്ട് വലിച്ചുകൊണ്ട് ഡെഡ് ബോഡി കരയിലേക്കും എത്തിച്ചു. അപ്പോഴേക്കും ആ ഒരു പ്രദേശം മുഴുവൻ ആ പ്രദേശവാസികളെ കൊണ്ട് നിറഞ്ഞിരുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ ആ ഒരു ഡെഡ് ബോഡി സ്ത്രീയുടേതാണെന്ന് തിരിച്ചറിഞ്ഞു. ആ സ്ത്രീ ആകെ ബ്ലൗസ് മാത്രമേ ധരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അടിവസ്ത്രങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. കഴുത്തിലും നെഞ്ചിലും കാലിലും കയറുകൾ കൊണ്ട് കെട്ടിയിട്ടുണ്ട്. കഴുത്തിലെ കയറിന് അറ്റം ഒരു പഴയ പായൽ പിടിച്ച കല്ലുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. അതുകൂടാതെ ആ സ്ത്രീയുടെ കൈകൾ രണ്ടും ഒരു ലുങ്കി ഉപയോഗിച്ച് കെട്ടിയിട്ടുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു കൊലപാതകമെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പോലീസ് ആ ഡെഡ് ബോഡി മല്ലിക്കാട്ട് കായലിൽ നിന്നും കനകക്കുന്ന് ജെട്ടിയിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്നും നേരെ പോയത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്നും പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു. ചെങ്ങന്നൂർ ഡിവൈഎസ്പി, ആലപ്പുഴ ഡിവൈഎസ്പി, സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി, സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് സിഐ എന്നിവരടങ്ങുന്ന ഒരു വലിയ സംഘം തന്നെ ആ ഒരു സംഭവ സ്ഥലത്തേക്ക് എത്തി. പോലീസ് വളരെ കൃത്യമായി തെളിവുകൾ ശേഖരിക്കാൻ ആരംഭിച്ചു. അപ്പോഴേക്കും നാട്ടുകാരിൽ ചിലർ ആ മരിച്ച സ്ത്രീയെ തിരിച്ചറിയാൻ തുടങ്ങിയിരുന്നു. അവർ തങ്കമ്മയാണെന്നും അവരെ കാണാതായിട്ട് 2 ദിവസമായെന്നും പലരും പറയുന്നത് കേട്ടു. ഒടുക്കം പോലീസിന് ആ സംശയം സ്ഥിരീകരിക്കാനായി തങ്കമ്മയുടെ മകളെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചു. ആ സ്ത്രീയുടെ മുഖം വെള്ളത്തിൽ കിടന്ന് വല്ലാതെ വീർത്തിരുന്നു. അതുകൊണ്ട് തന്നെ തിരിച്ചറിയാൻ അല്പം ബുദ്ധിമുട്ടായിരുന്നു. എന്നിരുന്നാൽ പോലും ആ സ്ത്രീയുടെ ബ്ലൗസും തലയിലെ നരയൊക്കെ ആ മകൾ തിരിച്ചറിഞ്ഞു. തന്റെ അമ്മയുടെ ചേതനയറ്റ ശരീരം കണ്ട് ഷൈമോൾ വല്ലാതെ അലറിക്കരഞ്ഞുകൊണ്ട് ആശുപത്രിക്ക് പുറത്തേക്ക് വന്നു. സാധുവായ ആ വയോധികയോട് ആരാണ് ഇത്തരം ഒരു ക്രൂരത ചെയ്തത്? എന്തിനായിരിക്കാം ഇങ്ങനെ അവർ ചെയ്തത്? ഒരാൾ ഒറ്റയ്ക്കാണോ ഈ കൊലപാതകം നടത്തിയത്? എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ പോലീസ് പരസ്പരം ചോദിച്ചു. നമുക്കറിയാം, ഒട്ടനവധി കേസുകൾ വളരെ നിഷ്പ്രയാസം തെളിയിച്ചവരാണ് കേരള പോലീസ്. അവർക്ക് പ്രതിയെന്ന് സംശയിക്കുന്ന ഒരാളെ ഒറ്റ നോട്ടം കൊണ്ട് തന്നെ തിരിച്ചറിയാൻ സാധിക്കും. വീണ്ടും നാട്ടുകാരെയും കുടുംബക്കാരെയും ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ചോദ്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രതിയിലേക്ക് എത്താനാകുമെന്ന് തന്നെ ആ പോലീസ് വിശ്വസിച്ചു. തങ്കമ്മയുടെ മകളായിട്ടുള്ള ഷൈമോളെ വീണ്ടും പോലീസ് ക്വസ്റ്റ്യൻ ചെയ്യാൻ ആരംഭിച്ചു. പോലീസിന് വിശദമായ വിവരങ്ങൾ വേണമായിരുന്നു. അവരങ്ങനെ ചോദ്യം ചെയ്തപ്പോൾ ഷൈമോളിൽ നിന്നും ഒരു വിവരം പോലീസിന് ലഭിച്ചു. തങ്കമ്മ സ്ഥിരമായി ധരിക്കുന്ന 5 വളകളും 2 മോതിരവും ആ ശവശരീരത്തിലില്ല. അങ്ങനെയെങ്കിൽ തങ്കമ്മയെ അപായപ്പെടുത്തിയത് ഈ സ്വർണം എടുക്കണമെന്ന ഒരൊറ്റ ലക്ഷ്യത്തോടെ ആയിരിക്കണം. വീട്ടിൽ പരിശോധിച്ച പോലീസിന് മനസ്സിലായത് ആ വീട്ടിൽ ഒരു മൽപ്പിടുത്തം നടന്ന ലക്ഷണമില്ല. അങ്ങനെയെങ്കിൽ തങ്കമ്മയെ ഇല്ലാതാക്കിയ ആളും തങ്കമ്മയും തമ്മിൽ നല്ലൊരു ബന്ധം തന്നെ ഉണ്ടായിരിക്കണം. 2 ദിവസം പോലീസ് എല്ലാവരെയും ചോദ്യം ചെയ്തു. ഓരോരുത്തരെയും വളരെ കൃത്യമായി തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. തലക്കേറ്റ അടിയാണ് മരണകാരണം. അതുകൂടാതെ ശ്വാസകോശത്തിൽ കായലിലെ ജലവുമുണ്ട്. അതിനർത്ഥം മരിക്കുന്നതിന് മുന്നേ കായലിലേക്ക് തള്ളിയിട്ടിട്ടുണ്ട്. കഴുത്തിലും നെഞ്ചിലും കാലിലും കല്ലും കയറും കൂട്ടിക്കെട്ടിയാണ് കായലിലേക്ക് തള്ളിയത്. 3 കല്ലുകൾ കെട്ടിയാണ് ഈ ശരീരം കായലിലേക്ക് താഴ്ത്തിയത്. എന്നാൽ കാലിലും നെഞ്ചിനും കെട്ടിയ കയറുകൾ, അതുമായി ബന്ധിച്ചിട്ടുള്ള കല്ലും ഈ ശരീരത്തിൽ നിന്നും വിട്ടുപോയതുകൊണ്ടായിരിക്കാം ആ ശവശരീരം പിന്നീട് പൊങ്ങി വന്നത്. എന്നാൽ ഈ സമയത്തൊക്കെ കഴുത്തിൽ കെട്ടിയ കല്ലും കയറും ആ ശരീരത്തോടൊപ്പം ഒഴുകി നടന്നിരുന്നു. ആ നാട്ടിലുള്ളവർക്ക് വല്ലാത്തൊരു വിഷമമായിരുന്നു അത്. കാരണം ആർക്കും ഉപദ്രവം ചെയ്യാത്ത ഒരു പ്രായമായ സ്ത്രീയോട് ഇത്രയും ദുഷ്ടത ചെയ്ത ഒരാൾ, അയാളെ വെറുതെ വിടാൻ പാടില്ല എന്ന് തന്നെ ആ നാട്ടുകാരും ആഗ്രഹിച്ചു. ഡെഡ് ബോഡിയിൽ നിന്ന് കിട്ടിയ കയർ പോലീസ് പരിശോധിച്ചു. വളരെ വ്യക്തമായി പരിശോധിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി അത് മത്സ്യബന്ധന തൊഴിലാളികൾ ഉപയോഗിക്കുന്ന കയറാണ്. അതുകൂടാതെ ആ കയറിന്റെ കെട്ട്, ആ കയർ ശരീരത്തിൽ കെട്ടിയിരിക്കുന്നത് ഒരു പ്രത്യേകതരം രീതിയിലാണ്. അത്ര പെട്ടെന്നൊന്നും അഴിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കെട്ട്. ആ നാട്ടിൽ ഒട്ടുമിക്ക ആൾക്കാരും മത്സ്യബന്ധനം ജോലിയായി കണ്ടുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ആരെയൊക്കെ സംശയിക്കുമെന്ന് പോലീസിനും ഒരു ഡൗട്ടായിരുന്നു. പിന്നെ പോലീസ് ചെയ്തത് തങ്കമ്മയുടെ വീട്ടിൽ ആരൊക്കെയാണ് അന്നേ ദിവസം വന്നു പോയത്, അവരുടെ ഒരു ലിസ്റ്റ് തന്നെ പോലീസ് ഉണ്ടാക്കി. അതിനുശേഷം അവർ ഓരോരുത്തരെയുമായി ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. അങ്ങനെ ആ ചോദ്യം ചെയ്യലിൽ ഒരാൾ ഒരു വ്യത്യസ്തമായ കാര്യം പറഞ്ഞു. തിങ്കളാഴ്ച തങ്കമ്മയെ കണ്ടിരുന്നു എന്ന്.
എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഞായറാഴ്ച തന്നെ തങ്കമ്മ മരണപ്പെട്ടിട്ടുണ്ട്. പിന്നെ എങ്ങനെ അയാൾ തങ്കമ്മയെ കാണും? ചിലപ്പോൾ അയാൾ വല്ല സംശയത്തിലും പറഞ്ഞതാകുമെന്ന് പോലീസ് ഡൗട്ട് അടിച്ചു. പക്ഷേ അയാൾ അയാളുടെ സ്റ്റേറ്റ്മെന്റിൽ തറപ്പിച്ചു നിന്നു. ഇയാൾ ഇങ്ങനെ തറപ്പിച്ച് പറയണമെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് പോലീസ് അയാളെ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യാൻ തുടങ്ങി. തങ്കമ്മയുടെ ഡെഡ് ബോഡി വീട്ടിലേക്ക് എത്തി മരണാനന്തര ചടങ്ങുകളൊക്കെ നടക്കുമ്പോൾ ഈ ഒരു വ്യക്തി മാത്രം ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നില്ല. പോലീസിന്റെ സംശയം കൂടി കൂടി വന്നു. 2026 മെയ് 28 പോലീസ് അതിരാവിലെ പ്രതിയെയും കൊണ്ട് തങ്കമ്മയുടെ വീട്ടിലേക്ക് തെളിവെടുപ്പിനായി വന്നു. പോലീസുകാർക്കിടയിൽ പ്രതിയായി കൊണ്ടുവന്ന ആ വ്യക്തിയെ കണ്ട് ആ നാട്ടുകാരും പ്രദേശവാസികളെല്ലാം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. തങ്കമ്മയുടെ വീടിന് വെറും 4 വീട് അകലെയുള്ള, സ്വന്തം മക്കളെക്കാൾ കൂടുതൽ തങ്കമ്മ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുള്ള, തങ്കമ്മയുടെ ബന്ധു കൂടി ആയിട്ടുണ്ടായിരുന്നില്ല പ്രകാശനായിരുന്നു അത്. 54 വയസ്സുള്ള പ്രകാശൻ തങ്കമ്മയ്ക്ക് മകനെ പോലെ തന്നെയായിരുന്നു. തങ്കമ്മ ഏതൊരു ആവശ്യത്തിനും ആദ്യം വിളിക്കുന്നത് ഈ പ്രകാശനെ ആയിരുന്നു. തങ്കമ്മ മരിച്ച ദിവസം വൈകുന്നേരം പ്രകാശൻ ആ വീട്ടിലേക്ക് ഗ്യാസ് നന്നാക്കാൻ വന്നിരുന്നുവെന്ന് ചിലർ പറഞ്ഞു. ഇതിനെ ചൊല്ലിയാണ് പ്രകാശനെ പോലീസ് ഡീറ്റെയിൽ ആയിട്ട് ചോദ്യം ചെയ്തത്. തങ്ങളുടെ സംശയം സ്ഥിരീകരിക്കാനായി പ്രകാശന്റെ വീട്ടിലേക്ക് പോലീസ് ഒരു മിന്നൽ പരിശോധനയും നടത്തി. ആ പരിശോധനയിൽ വീടിന്റെ പിറകുവശത്തായിട്ട് ഒരു കയറിന്റെ കെട്ട് കണ്ടു. ആ കയറിന്റെ പകുതിയോളം ഭാഗമായിരുന്നു തങ്കമ്മയുടെ ശരീരത്തിൽ നിന്ന് കിട്ടിയത്. അങ്ങനെയെങ്കിൽ പോലീസിന് ഉറപ്പിക്കാമായിരുന്നു ഇത് പ്രകാശൻ തന്നെ ചെയ്തതാണെന്ന്. സാമ്പത്തികമായിട്ട് നല്ല ബുദ്ധിമുട്ടിലായിരുന്നു പ്രകാശൻ. മീൻപിടുത്തമായിരുന്നു പ്രകാശന്റെ ജോലി. കുറെ കാലം ദുബായിൽ ജോലി ചെയ്ത പ്രകാശൻ പിന്നീട് സ്വന്തമായി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, അലുമിനിയം ഫാബ്രിക്കേഷൻ. അത് പൊട്ടിയപ്പോൾ വീണ്ടും അയാൾ മത്സ്യബന്ധനത്തിലേക്ക് ഇറങ്ങി. അങ്ങനെ മത്സ്യബന്ധനം നടത്തി സ്വന്തമായി ഒരു വീടും വെച്ചു. ഇതൊന്നും കൂടാതെ അയാൾക്ക് സ്ഥിരമായി ചീട്ട് കളിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ചീട്ട് കളിച്ചും വീട് കെട്ടിയും കയ്യിലുള്ള പൈസ മൊത്തം തീർന്നു. കൂടാതെ തലയ്ക്ക് മീതെ മുഴുവൻ കടവുമായി. എന്ത് ചെയ്യണമെന്ന് അയാൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. കുറെ കാലമായിട്ട് അയാൾക്ക് നല്ല രീതിയിലുള്ള വരുമാനങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. വീട്ടിന്റെ ലോൺ ഇൻട്രസ്റ്റ് പോലും അടക്കാൻ അയാൾക്ക് സാധിക്കുമായിരുന്നില്ല. ഒടുക്കം അയാളുടെ കണ്ണുകൾ ഉടക്കിയത് തങ്കമ്മയുടെ ശരീരത്തിലെ സ്വർണ്ണാഭരണങ്ങളിലേക്കായിരുന്നു. തന്റെ ആവശ്യം പറഞ്ഞു ചോദിക്കുകയാണെങ്കിൽ തങ്കമ്മ അതൊന്നും തരില്ല എന്ന് പ്രകാശൻ ഉറപ്പിച്ചു. അങ്ങനെയാണ് പ്രകാശൻ തങ്കമ്മയെ വകവരുത്താൻ തീരുമാനിച്ചത്. ഇത് 1-2 ദിവസത്തെ പ്ലാനിങ് ആയിരുന്നില്ല, നീണ്ട മാസങ്ങളായുള്ള പ്ലാനിങ് ആയിരുന്നു പ്രകാശന്. കുറെ നാളുകളായി പറ്റിയൊരു ദിവസത്തിനായി പ്രകാശൻ കാത്തിരുന്നു. ഒടുക്കം നല്ല മഴയുള്ള ഒരു രാത്രി, 2026 മെയ് 24 ശനിയാഴ്ച രാത്രി 9 മണി ആയപ്പോഴേക്കും ആ മഴയത്ത് പ്രകാശൻ തന്റെ വീട്ടിൽ നിന്നും വള്ളവും തുഴഞ്ഞ് തങ്കമ്മയുടെ വീട്ടിലേക്ക് എത്തി. പ്രകാശന്റെയും തങ്കമ്മയുടെ വീട് വെറും മീറ്ററുകൾ ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിരുന്നാലും പ്രകാശൻ അങ്ങനെ വന്നത് ചിലപ്പോൾ തെളിവുകളൊന്നും ലഭിക്കാതിരിക്കാൻ വേണ്ടി ആയിരിക്കാം. പ്രകാശൻ ആ വീടിന്റെ വാതിക്കലെത്തി വാതിൽ തട്ടി. തങ്കമ്മ വാതിൽ തുറന്നു. ആ സമയത്ത് സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. തങ്കമ്മയും പ്രകാശനും അല്പനേരം സംസാരിച്ച ശേഷം ആ സ്ത്രീ വീണ്ടും സീരിയൽ കാണാനായി ഇരുന്നു. ഈ സമയത്ത് പ്രകാശൻ പരതി നടക്കുന്നത് എന്തെങ്കിലും കൊല്ലാനുള്ള സാധനങ്ങളെ ആയിരുന്നു. ഒടുക്കം പ്രകാശന് ലഭിച്ചു തൊട്ടടുത്ത് നിന്ന് ഒരു തലയണ. അയാൾ പിറകുവശത്തൂടെ പോയി തങ്കമ്മയുടെ മൂക്കും വായയും പൊത്തി. തലയണ കൊണ്ട് അമർത്തിയപ്പോൾ തങ്കമ്മ പല തവണ പിടച്ചു. ജീവനായി ആ സ്ത്രീ പിടച്ച് കുതിറിയപ്പോഴും പ്രകാശൻ തന്റെ ബലമുള്ള കൈകളാൽ ആ സ്ത്രീയെ വല്ലാതെ ഞെരിക്കാൻ തുടങ്ങി. കുറെ നേരം പിടഞ്ഞ് അല്പസമയത്തിന് ശേഷം തങ്കമ്മ നിശ്ചലമായി. കസേരയിലിരുന്ന തങ്കമ്മയുടെ കൈകൾ താഴേക്ക് ഊർന്നു വീണപ്പോൾ അയാൾ ഒട്ടും തന്നെ സമയം പാഴാക്കാതെ ആ കൈകളിൽ നിന്നും എല്ലാ വളയും ഊരിയെടുത്തു. നല്ല ടൈറ്റ് ഉണ്ടായിരുന്ന ആ വളകൾ അയാൾ വളരെ ബലത്തോടെയായിരുന്നു ഊരിയെടുത്തത്. 5 വളകളും നിഷ്പ്രയാസം അയാൾ ഊരിയെടുത്ത ശേഷം തങ്കമ്മയുടെ കയ്യിലുള്ള 2 മോതിരവും അയാൾ ഊരിയെടുത്തു. അതെല്ലാം വേഗം തന്നെ ഒരു കവറിലാക്കിയ ശേഷം പ്രകാശൻ അതെടുത്ത് തന്റെ അരയിലേക്ക് തിരികെ വെച്ചു. അതിനുശേഷം തങ്കമ്മയുടെ ലുങ്കി അഴിച്ചു. ആ ലുങ്കി കൊണ്ട് തന്നെ പ്രകാശൻ 2 കൈകളും പിറകോട്ട് കൂട്ടിക്കെട്ടി. ആ ശരീരം അവിടെ നിന്നും എടുത്ത് പ്രകാശൻ തന്റെ തോളിൽ ചുമന്നുകൊണ്ട് 100 മീറ്റർ അകലത്തേക്ക് നടന്നു. അതിനുശേഷം അവിടെ നിന്ന് കഴുത്തിലും നെഞ്ചിലും കാലിലും കയറും കല്ലും കൂട്ടിക്കെട്ടി. പെട്ടെന്ന് ആ സ്ത്രീ വല്ലാതെ ഞരുങ്ങുന്നതായിട്ട് പ്രകാശന് തോന്നി. അയാൾ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു കല്ലെടുത്ത് ശക്തമായിട്ട് ആ സ്ത്രീയുടെ തലയിലേക്ക് അടിച്ചു. ഒരു നിലവിളിയോടെ ആ സ്ത്രീ വീണ്ടും നിശ്ചലമായി. എന്നാൽ ആ നിലവിളി കേൾക്കാൻ ഒരാൾ പോലും ചുറ്റുമുണ്ടായിരുന്നില്ല. ശക്തമായ മഴയുടെ ശബ്ദം മാത്രമായിരുന്നു അവിടെ. അയാൾ ആ ശരീരം പൊക്കിയെടുത്ത് കായലിലേക്ക് വലിച്ചെറിഞ്ഞു. നല്ല അടിയൊഴുക്കുള്ള കായലിൽ അതങ്ങ് പോകുമെന്ന് അയാൾക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്നാൽ അപ്പോഴും തങ്കമ്മ മരിച്ചിരുന്നില്ല എന്ന് പ്രകാശൻ അറിഞ്ഞിരുന്നില്ല. ആ തലയ്ക്ക് അടിയേറ്റപ്പോഴും തങ്കമ്മയുടെ തലയിൽ നിന്ന് ചോര വന്നതല്ലാതെ ആ സ്ത്രീ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. കായലിലേക്ക് ആ സ്ത്രീയെ പ്രകാശൻ വലിച്ചെറിഞ്ഞപ്പോൾ ആ സ്ത്രീ വെള്ളം കുടിച്ചായിരുന്നു മരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണകാരണം എന്ന് പറയുന്നത് ശ്വാസകോശത്തിൽ വെള്ളം നിറഞ്ഞതുകൊണ്ടായിരുന്നു. കുറ്റകൃത്യങ്ങളെല്ലാം വളരെ കൃത്യമായി ചെയ്ത ശേഷം പ്രകാശൻ നേരെ തന്റെ വീട്ടിലേക്ക് മടങ്ങി. പിറ്റേന്ന് രാവിലെ തന്നെ പ്രകാശൻ ടൗണിലേക്ക് പോയി ആ 5 വളയും മോതിരവും വിറ്റു. അതിൽ നിന്നും അയാൾക്ക് 3,90,000 രൂപയും കിട്ടി. അതിൽ 28,000 രൂപ അയാൾ വീടിന്റെ ലോൺ അടച്ചു തീർത്തു.
അതിനുശേഷം പലരിൽ നിന്നും അയാൾ പലതവണയായി സ്വർണങ്ങൾ വാങ്ങിച്ചിരുന്നു. അതൊക്കെ പല ബാങ്കുകളിൽ പണയത്തിലുമായിരുന്നു. അതെല്ലാം അയാൾ തിരിച്ചെടുത്തു. വീണ്ടും നേരെ തൊട്ടടുത്തൊരു ജ്വല്ലറിയിലേക്ക് പോയി 2 ഗ്രാം തൂക്കമുള്ള 3 മോതിരവും വാങ്ങി നേരെ വീട്ടിലേക്ക്. വീട്ടിലെ സ്ത്രീകൾക്ക് സ്വർണം നൽകി സന്തോഷിപ്പിച്ച ശേഷം ഇത്രയും ക്രൂരകൃത്യങ്ങൾ ചെയ്ത അയാൾ നേരെ പോയത് അമ്പലത്തിലേക്കായിരുന്നു. അമ്പലത്തിൽ മനമുരുകി പ്രാർത്ഥിച്ചു. അതിനുശേഷം താൻ കട്ട പണത്തിൽ നിന്നും ഒരു 2000 രൂപ അയാൾ അമ്പലത്തിൽ സമർപ്പിച്ചു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. നമ്മുടെ തലമുറക്കാരൊക്കെ പറയും, നമ്മൾ എന്തെങ്കിലും പാപം ചെയ്താൽ നമ്മൾ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി, അല്ലെങ്കിൽ മനസ്സ് തുറന്ന് ആരോടെങ്കിലും സംസാരിച്ചാൽ ആ പാപം തീരുമെന്ന്. ഇതിലൊക്കെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിലൊന്നും വിശ്വാസമില്ല. കാരണം നമ്മൾ ചെയ്ത പാപം നമ്മൾ തന്നെ അനുഭവിക്കും. 54 വയസ്സുള്ള പ്രകാശൻ തന്റെ അമ്മയെ പോലെ കണ്ടിരുന്ന ആ 80 വയസ്സുകാരിയെ ക്രൂരമായി കൊന്ന ശേഷം അവരുടെ സ്വർണ്ണാഭരണങ്ങൾ എല്ലാം എടുത്ത ശേഷം അമ്പലത്തിൽ കൊണ്ടുപോയി കാണിക്കുകയും വെച്ച് മനസ്സ് ശാന്തമാക്കി തിരിച്ചു വീട്ടിലേക്ക് പോകുന്നു. താൻ പിടിക്കപ്പെടില്ല എന്ന് അയാൾക്ക് ഉറപ്പുണ്ടായിരുന്നു. ഓരോ ആവശ്യത്തിനും പ്രകാശനെ ആശ്രയിച്ചിരുന്ന ആ തങ്കമ്മയെ അറിഞ്ഞിരുന്നില്ല തന്നെ കൊല്ലാനുള്ള തിരക്കഥ ഉണ്ടാക്കുകയാണ് പ്രകാശൻ എന്ന്. തെളിവെടുപ്പിനായി പ്രകാശന്റെ വീട് പരിശോധിച്ച പോലീസിന് സ്വർണം വിറ്റ പണത്തിൽ നിന്നും ബാലൻസ് 15,000 രൂപയും കിട്ടി. തെളിവെടുപ്പിനായി പ്രകാശനെ കനകക്കുന്നിലേക്ക് പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി. പക്ഷെ ഈ ഓരോ സ്ഥലത്ത് കൊണ്ടുപോകുമ്പോഴും ആ നാട്ടിലെ പ്രദേശവാസികൾ വല്ലാത്ത രീതിയിൽ പ്രകാശനെ നോക്കുകയും അസഭ്യം പറയുകയും എന്തിന് തല്ലാൻ പോലും മുതിർന്നു. കൊലക്കുറ്റം, തെളിവ് നശിപ്പിക്കൽ, മോഷണ ശ്രമം എന്നീ കുറ്റങ്ങൾ ചാർത്തി പ്രകാശനെ പോലീസ് ഹരിപ്പാട് മജിസ്ട്രേറ്റ് കോടതിക്ക് മുന്നിൽ ഹാജരാക്കി. അവിടെ നിന്ന് മാവേലിക്കര സബ് ജയിലിലും വിട്ടു. വിചാരണ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കേസിന്റെ വിധിക്കായി പ്രകാശൻ ഇന്നും അഴിക്കുള്ളിലാണ്. നമുക്ക് ചുറ്റുമുണ്ട് ഇത്തരം ആൾക്കാർ. സ്നേഹം നടിച്ച് അവർ നമുക്കൊപ്പം കൂടും. നമ്മളെ വിശ്വസിപ്പിച്ച് പല രീതിയിലും അവർ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാകും. പക്ഷെ ഏതെങ്കിലും ഒരു ദിവസം അവർ അവരുടെ തനി സ്വഭാവം പുറത്ത് കാണിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റി എന്ന് വരില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് സൂക്ഷിക്കുക. കേവലം ഒരു ലോഹ കഷ്ണത്തിന് വേണ്ടി സ്വന്തം അമ്മയെ വരെ ഇല്ലാതാക്കുന്ന ഒരു ഭ്രാന്തമായ ലോകമാണിത്. അതുകൊണ്ട് സൂക്ഷിക്കുക. കുറ്റകൃത്യങ്ങളുടെ വേരുകൾ തേടിയുള്ള യാത്രയിൽ നിങ്ങൾക്കും എനിക്കൊപ്പം കൂടാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.